നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലത്തെ കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ ദേവത ആര്യമാവാണ്. പൂരം നക്ഷത്രക്കാരുടെ വൃക്ഷം പ്ലാവാണ്. പൂരം നക്ഷത്രക്കാരുടെ ഗണം മനുഷ്യഗണമാണ്. പൂരം നക്ഷത്രക്കാരുടെ മൃഗം എലിയാണ്. ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. 20 വർഷമാണ് ശുക്രദശ. 20 വർഷം പൂർണ്ണമായും കിട്ടാറില്ല. ചില ജാതകങ്ങളിൽ അപൂർവമായി 20 വർഷം കിട്ടുന്നതുണ്ട്. പക്ഷേ എങ്കിലും 20 വർഷം ശുക്രദശ ആയതുകൊണ്ട് ശുക്രദശാകാലം വളരെ നന്മകൾ നിറഞ്ഞ സമയമായിരിക്കും. വളരെയേറെ കളിപ്പാട്ടങ്ങളും ആകർഷണമായ വസ്തുക്കള് എല്ലാം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇവരുടെ ജനന സമയം. ഇവരുടെ രാശ്യാധിപൻ രവിയാണ്, ആദിത്യനാണ്. അപ്പം ആദിത്യദശാകാലവും ഇവർക്ക് വളരെയേറെ ഉത്തമമായിരിക്കുവാൻ സാധ്യതയുണ്ട്. അത് ജാതകത്തിലെ ആദിത്യന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഉള്ളൂ ഈ ഫലം പൂർണ്ണമായും സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വളരെ വിദ്യാസമ്പന്നരായിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ വിദ്യാസമ്പന്നരാണെന്ന് അഹങ്കരിക്കാറില്ല. എത്ര പഠിച്ചാലും ഇവർക്ക് മതിവരാത്ത ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ അധ്യാപകരാവുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. വളരെ സൽസ്വഭാവികളും പ്രകൃതിയെയും മൃഗങ്ങളെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നവരുമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർ എത്ര ഉയരങ്ങളിലെത്തിയാലും ആ ഉയരത്തിന്റെ അഹങ്കാരം കാണിക്കുകയില്ല. മറ്റുള്ളവർക്ക് ഒരു സഹായി കൂടെയായി എപ്പോഴും കൂടെയുണ്ടാകും. എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു നിൽക്കുവാനാണ് ഇവർക്ക് താല്പര്യം. എത്ര ഉന്നതമായ രീതിയിലെത്തിയാലും ഇവർ ആ ഉന്നത രീതിയിലുള്ള പവർ കാണിക്കാറില്ല. ഇവർ മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടും പോലും വിഷമിപ്പിക്കാറില്ല. വളരെയേറെ ശാന്ത സ്വഭാവമുള്ള നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ. എല്ലാവരെയും ഒരുപോലെ കാണുക, നല്ല വാക്കുകൾ പറയുന്നവരും അതുപോലെ നല്ല ഫലിതങ്ങൾ പറയുന്നവരുമായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ. അതുപോലെ ഇവർ കലാരംഗങ്ങളിൽ വളരെയേറെ ശോഭിക്കാറുണ്ട്. അഭിനയം, എഴുത്ത് എന്നീ മേഖലയിൽ വളരെയേറെ പ്രശസ്തി നേടുന്നവരായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികം പേരും. ഈ നക്ഷത്രക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത്. ഈ നക്ഷത്രക്കാരെ പറ്റിക്കുവാൻ വളരെ സാധ്യത കൂടിയൊരു നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ ഒരു പാവത്താന്മാരായതുകൊണ്ട് ഇവരെ എല്ലാ കാര്യങ്ങളിലും പറ്റിക്കുവാൻ വളരെ എളുപ്പമാണ്. കൂട്ടു ബിസിനസ് മുതലായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി പറയേണ്ടത്. ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുവാൻ വളരെ പ്രയാസമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ആ കാര്യങ്ങൾ വാങ്ങുവാനും ഇവർക്ക് വളരെയേറെ താല്പര്യമുണ്ടാകുന്നു. യാത്ര ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ്. എന്ത് കാര്യം കണ്ടാലും അവർ വളരെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നവരുമാണ് പൂരം നക്ഷത്രക്കാർ. എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് കാണുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ധർമ്മപ്രവർത്തികൾ ചെയ്യുവാൻ താല്പര്യമുള്ളവരും മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുന്നവരും അത് ദൈവഭക്തി വളരെയേറെ കൂടിയിരിക്കുന്നവരുമാണ് പൂരം നക്ഷത്രക്കാർ. അതുപോലെ സമയം ശരിയാവുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പൂരം നക്ഷത്രം. ഒരു ദുഃഖം എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ആ ദുഃഖം പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ ബലാബലം കണക്കാക്കി മാത്രമേ ആ ദുഃഖം ഏതാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇവർ കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെയും മുന്നിൽ തല കുനിക്കുന്നവരല്ല. അതുപോലെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഇവർക്ക് വളരെയധികം പേടിയുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ടെൻഷൻ വളരെയേറെ കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരം നക്ഷത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.